ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ചെങ്ങന്നൂർ വീട്ടിലെ ചെറിയൊരു അടുക്കളത്തോട്ടം. വായോ വീഡിയോയിലേക്ക്. അമ്മ അടുക്കളയുടെ സൈഡിലായിട്ട് ചെറിയൊരു കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഗ്രോ ബാഗിലും ചട്ടിയിലുമായിട്ട് മണ്ണിലുമായിട്ട് കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. വഴുതനങ്ങയുണ്ട്. വഴുതന ചെടിച്ചട്ടിയിലാണ് വഴുതന വെച്ചിരിക്കുന്നത്. വെള്ള വഴുതനയാണ്. വീട്ടിൽ മേടിച്ച പച്ചക്കറിയുടെ അരി പാകി കിളിപ്പിച്ചതാണ് കേട്ടോ ഇത്. ഒരു വലിയ മൂട് വഴുതന നിൽപ്പുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു നാരകവും നിൽപ്പുണ്ട്. സ്ഥലം കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ സ്ഥലം തീരെ കുറവാണ്. ഉള്ള സ്ഥലത്തൊരു 2-3 വഴുതന തൈ നട്ടിട്ടുണ്ട്. അതുപോലെ പുതിയ അരി പാകിയിട്ടുണ്ട്. ഒരു ചെടിച്ചട്ടി തന്നെ 3-4 കാര്യങ്ങളാണ് നട്ടിരിക്കുന്നത് കേട്ടോ. സ്ഥലമില്ലാത്തതുകൊണ്ട് അതനുസരിച്ച് കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു ചെടിച്ചട്ടിക്ക് തന്നെ വഴുതനയും പച്ചമുളകും എല്ലാം കൂടാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇത് വഴുതന തന്നെയാണ് ഈ ചെടിച്ചട്ടി നിൽക്കുന്നത്. ചെടിച്ചട്ടിയിലും ബക്കറ്റിലും പഴയ പൊട്ടിയ ബക്കറ്റിലൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ആയ കൂട്ടുകാരെ, ബാക്കി വീഡിയോസിലേക്ക് പോകാം. വീട്ടിലെ ഉള്ളിയുടെ തൊലിയും ഒക്കെയാണ് ഇതിന് കൊടുക്കുന്ന വളം. പിന്നെ പുളിച്ച കഞ്ഞിവെള്ളവും ഒഴിക്കാറുണ്ട്. അരി കഴുകുന്ന വെള്ളം. ഒരു ചെടിച്ചട്ടിയിൽ വഴുതന തൈയും പച്ചമുളക് തൈയും നിൽപ്പുണ്ട്. സൈഡിൽ ചീരച്ചേമ്പിൻ്റെ നിൽപ്പുണ്ട് കേട്ടോ. ചീരച്ചേമ്പ് നിൽപ്പുണ്ട്. കറ്റാർവാഴ എല്ലാം ഓരോന്ന് നട്ടിട്ടുണ്ട്. കറ്റാർവാഴയും കുമ്പളങ്ങായും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ള സ്ഥലത്ത് ചെറിയ രീതിയിലൊരു കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് വീട്ടിലെ ചെറിയ രീതിയിലുള്ള കൃഷി. പടവലത്തിൻ്റെയും വഴുതനങ്ങയുടെയും തൈയൊക്കെ പാകിയിട്ടുണ്ട്. കുമ്പളങ്ങയും ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പാകി. സ്ഥലം കുറവായതുകൊണ്ട് ഉള്ള സ്ഥലത്തോട്ട് അങ്ങ് പാകിയിട്ടുണ്ട്. അതിനി കിളിച്ച് വരുമ്പോൾ മാറ്റി നടണം എന്ന് പറയുന്നുണ്ട് അമ്മ. അതാ നമ്മൾ മേടിക്കുന്ന പച്ചക്കറിയിൽ നിന്ന് വിളഞ്ഞ അരി ഉണ്ടെങ്കിൽ ഇതുപോലെ പാകി നമുക്ക് വേണമെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാം എന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു അമ്മ.
നമ്മൾ അരി കാശ് കൊടുത്ത് മേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ മേടിക്കുന്ന പച്ചക്കറിയുടെ തന്നെ വിളഞ്ഞ അരി ഉണ്ടെങ്കിൽ അതെടുത്ത് പാകി കിളിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്ത് നട്ടാലും കിളിക്കും കേട്ടോ. ഒരു ചെറിയ കമ്പ് കൊണ്ട് ചുമ്മാ ഒന്ന് കുത്തി വെച്ചാലും മതി, നല്ല ഇതായിട്ട് കിളിച്ച് വരും. അങ്ങനെ നമ്മൾ ചുമ്മാ ഒന്ന് പാകി നോക്കിയതാണ്. എന്തായാലും കഴിഞ്ഞ വട്ടം മത്തങ്ങയായിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു, പാവലുണ്ടായിരുന്നു, പടവലങ്ങ ഉണ്ടായിരുന്നു. ഓരോ വട്ടവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കൃഷിയാണ് ഉള്ള സ്ഥലത്ത് ചെറിയ രീതിയിൽ. എല്ലാ വീട്ടമ്മമാരും ചെറിയൊരു അടുക്കളത്തോട്ടം ഒരുക്കി നമുക്ക് അത്യാവശ്യമുള്ള വിഷം ഇല്ലാത്ത പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് എല്ലാവരും മനസ്സ് വെക്കണം. സമയം കിട്ടുന്നത് പോലെ മക്കളും അമ്മമാരും ചേർന്ന് ചെറിയ രീതിയിൽ അടുക്കളത്തോട്ടം ഒരുക്കാം. ഓണത്തിനേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പറിച്ചെടുക്കാം. എല്ലാവിധ പച്ചക്കറികളും ഫ്രൂട്ട്സും നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കണം. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.